ഫ്രണ്ട്സ്, ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 കോഴിയാണ്, 3 ചിക്കൻ. ഇതിനെ വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇത് ഓൾറെഡി ചിക്കനകത്ത് മഞ്ഞളും വിനീഗറും ചേർത്ത് വൃത്തിയാക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമുക്കിത് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പരത്തുന്നതിന് ഇതിന് നല്ല രീതിയിൽ വര ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വരയിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വരയിട്ടാൽ മാത്രമേ ഇതിൽ മസാല പിടിക്കത്തേയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ വര ഇട്ട് കൊടുക്കാം. അങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളിയാണ്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പിനൊപ്പം നമുക്ക് കുറച്ച് തൈരൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഇവിടെ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പ് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ തയ്യാറാക്കിയ അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 3 കോഴിയിൽ നമ്മൾ ഈ മസാലയെല്ലാം തേച്ച് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്കൊരു 3 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം. കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊരു പാത്രം ഇറക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് കുക്കറിലേക്ക് ഇറക്കി വെച്ചൊന്ന് ഒരു വിസിൽ കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ആ വേവിച്ചതിന് ശേഷം വേണം നമുക്കിതിൻ്റെ അടുത്ത സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഒരു പണി കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. തക്കാളി നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയ ക്യൂബ്സ് ടൈപ്പാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഓൾറെഡി 2 വിസിൽ കേട്ടത് നമ്മളിപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. ചിക്കൻ ഓൾറെഡി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു മസാല നമുക്ക് തയ്യാറാക്കണം. അതിനായി നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെരുംജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടാതെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്, അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, നമ്മളിവിടെ 3 തരം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കളറ് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ചിക്കൻ ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ ഒരു മസാലക്കൂട്ട് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കഡാണ്. ഇതിനെ നമുക്കിനി ഒന്നുകൂടെ ചിക്കനിലൊന്ന് പൊതിഞ്ഞ് നമുക്കത് ഒരു തവയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊള്ളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വാഴയില നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാം. കമാ വാഴയില കട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ കഴുകി വൃത്തിയാക്കിയാൽ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് നമുക്കൊന്ന് ഇല വാട്ടണം. നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് വാഴയിൽ വെച്ച് നല്ല രീതിയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് പോകാം. അണ്ട കോഴിമുട്ട എന്ന് പറയും. നമ്മുടെ ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസ് ഒരു പേര് നമ്മൾ വെച്ചതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് പൊതിഞ്ഞ് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി വാഴയിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു വാഴനാര് വെച്ച് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് തവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ ഇല അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ പാനിലേക്ക് ഇട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ വെച്ച ചിക്കൻ എങ്ങനെയായെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് വാട്ടി വരുന്ന പോലെ, ഇലയൊന്ന് വാടി കിട്ടുന്നത് പോലെ നമുക്കിത് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്